5 മക്കളോ? എങ്ങനെ? എന്തിന്? ദൈവനൊക്കെ ഭയങ്കര കച്ചറയാണ് വീട്ടില്. ഇനി മൂത്തയാൾ ഇപ്പൊ പോയാൽ തന്നെ ഏറ്റവും ഇളയാള് വീട്ടിലുണ്ടാവും. ഏറ്റവും ഇളയാള് പോകാനാവുമ്പത്തേക്കും മൂത്തയാള് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് വീട്ടിലുണ്ടാവും. ഒരിക്കലും മക്കളൊരു ബാധ്യതയാവുകയില്ല. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആളെ തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷെ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അവനെ കിട്ടിയതും. ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. കൃപയുടെ വഴിയിലൂടെ ദൈവം കൈപിടിച്ച് നടത്തുന്ന കോഴിക്കോട് രൂപതയിലെ സെയിന്റ് ജൂഡ്സ് ചർച്ച് ചൂണ്ടേൽ ഇടവകാംഗങ്ങളായ പാറേപ്പറമ്പിൽ റോബിൻസന്റെയും ശാലിനിയുടെയും 5 മക്കളുടെയും ജീവിതത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. എൻ്റെ പേര് റോബിൻസൺ ആൻ്റണി എന്നാണ്. ചാച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കൊരു അനിയനായിരുന്നു ഉണ്ടായിരുന്നത്. അവനൊരു 6 മാസം പ്രായമായപ്പോൾ പെട്ടെന്ന് സുഖമില്ലാതെ മരിച്ചുപോയി. അപ്പോൾ ഒരു ഒറ്റയായിട്ടുള്ളൊരു ജീവിതമായിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത്. അമ്മച്ചി ഒരു 13ാമത്തെ വയസ്സിലായപ്പോൾ അമ്മച്ചിയും മരണപ്പെട്ടു. അതിനുശേഷം ഞാൻ ചാച്ചനുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 13-15 വയസ്സൊക്കെ ആയപ്പോൾ ഞാനൊക്കെ KCIMലൊക്കെ നല്ല സജീവമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. ഞങ്ങളുടെ ചുണ്ട ഇടവകയിൽ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടും അത് വയനാട് മേഖലാ പ്രസിഡൻ്റായിട്ടും ഒക്കെ KCIMൽ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള ഇടവകയിലാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ശാലിനി. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, അനിയത്തിയാണുള്ളത്. പിന്നെ ഞാൻ ഗൂഡലൂർ സെൻറ്റ് മേരീസ് ചർച്ചിലെ ഇടവകയാണ്. അവിടെ പള്ളിയിൽ കൊയറിലും പിന്നെ ഓൾട്ടർ ഗേളായിട്ടും പിന്നെ കൊയറിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പം തൊട്ടേ മാതാവിൻ്റെ അടുത്ത് കൂടുതൽ അടുപ്പമുള്ള ആളാണ്. കെട്ടിട നിർമ്മാണ മേഖലയാണ് എൻ്റെ ഫീൽഡ്. അപ്പം വീടിൻ്റെ വർക്കുകളെല്ലാം പഠിക്കാനായിട്ടും അതിൻ്റെ പണികളെല്ലാം ചെയ്യാനായിട്ട് 18 വയസ്സ് മുതൽ ഇറങ്ങിയിരുന്നു. ഒരു 27ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നത്. അതിന് മുമ്പ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് അനുയോജ്യമായ, കാരണം ഒരു ഏകമായിട്ടുള്ളൊരു ജീവിതത്തിൽ നിന്ന് ഒരു അനുയോജ്യമായിട്ടുള്ളൊരാളെ കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു വിവാഹമാണ് ദൈവം എനിക്ക് നടത്തി തന്നത്. ദൈവത്തിന് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുന്നു. ഞാൻ ചെറുപ്പത്തോട്ടേ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എൻ്റെ ചെറിയച്ഛൻ്റെ വൈഫിൻ്റെ കസിനാണ് പുള്ളി. ആ രീതിക്കാണ് എനിക്ക് ആലോചന വന്നത്. +2 പഠിക്കുമ്പോൾ തന്നെ ആലോചന വന്നു. +2 കഴിഞ്ഞ പാടെ കല്യാണവും കഴിഞ്ഞു. നല്ലൊരു ഹസ്ബൻഡിനെയാണ് എനിക്ക് കിട്ടിയത്. അതിന് മാതാവിനോടും ദൈവത്തോടും വീട്ടുകാരോടും നന്ദി പറയുന്നു. മെയ് 2 ഞങ്ങളുടെ വിവാഹം. സുൽത്താൻ ബത്തേരി പൂമല ഹോളി ക്രോസ് ചർച്ചിൽ വെച്ച് വർഗീസ് അച്ഛനായിരുന്നു ഞങ്ങളുടെ വിവാഹം നടത്തി തന്നത്. എല്ലാ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ സന്തോഷപൂർവമായ ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ ദൈവത്തിന് ആ ദിവസം ഞങ്ങൾക്ക് തന്നതിന് വളരെയേറെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ചെറുപ്പത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഏക മകനായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെയും ചാച്ചൻ്റെയും ചേട്ടന്മാരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവർക്കെല്ലാവർക്കും 2, 3, 4 മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീടുകളിലെല്ലാം ചെല്ലുമ്പോൾ ഞാൻ ഒറ്റയായതിൻ്റെ ഒരു വിഷമം എനിക്ക് അവിടെ നിന്നായിരുന്നു മാറുന്നത്. കാരണം അപ്പോൾ കൂടുതൽ മക്കളുള്ളപ്പോൾ എനിക്കത് അവിടെ ഓരോ വീടുകളിലെത്തുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, ഞാനൊരു മകനായതുകൊണ്ട് എനിക്ക് ബാക്കി കസിൻസ് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ആയതുകൊണ്ടും എൻ്റെ മക്കൾ, എനിക്കൊരു മകനോ 2 മകനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു താങ്ങും തണലുമായിട്ട് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റ് ബന്ധങ്ങളെല്ലാം കുറേ അകന്ന് മാറി വരുന്നതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, എനിക്ക് കൂടുതൽ മക്കൾ വേണം. കാരണം അവർക്ക് അവരുടെ സഹോദരൻ അവരുടെ ആ സ്നേഹത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ദൈവം
ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ പുള്ളി എന്നോട് ചോദിച്ച ഒറ്റൊരു കാര്യമാണ്, എനിക്ക് കൂടുതൽ മക്കൾ വേണം, എനിക്ക് 5 മക്കൾ എങ്കിലും വേണം എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണെന്ന് എനിക്കും തോന്നി. പിന്നെ ഞാൻ അതിന് സമ്മതിച്ചു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് 5 മക്കളെ അനുഗ്രഹിച്ച് തന്നു. ആദ്യമേ തന്നെ ഞങ്ങൾ ദൈവത്തിന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നന്ദി അർപ്പിക്കുകയാണ്. ഇവരൊക്കെ ഉള്ളപ്പോൾ വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും അങ്ങനെ സമയം പോകുന്ന അങ്ങനെ അറിയില്ല. അപ്പോൾ വീട്ടിലേക്ക് പുറത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഇവരോട് കളിക്കാൻ നേരത്തും അവരിങ്ങനെ പറയും, വീട്ടിലിങ്ങനെ സമയം പോകുന്ന അറിയുന്നില്ല ഇവരുള്ളതുകൊണ്ട്. അഥവാ ഇവർ നാട്ടിലെങ്ങാനും പോയി നിൽക്കുക, അമ്മയുടെ വീട്ടിലെങ്ങാനും പോയി നിൽക്കാൻ നേരത്ത് സമയം ഇങ്ങനെ ഭയങ്കര ലാഗായിരിക്കും. നമ്മളവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കരുത്, അങ്ങനെ ഇതായിരിക്കും. ദൈവനൊക്കെ ഭയങ്കര കച്ചറയാണ് വീട്ടിലേറ്റവും കച്ചറവനാണ്. എന്തേലൊക്കെ ഇങ്ങനെ പിരിപിരി ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവനാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. പിന്നെ ഇവർ രണ്ടുപേരാണ് വീട്ടിൽ പണികളെല്ലാം ചെയ്യല്, അമ്മേനെ സഹായിക്കാനും എല്ലാം ഇവർ രണ്ടുപേരാണ്. ഫ്രണ്ട്സിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ രസമാണ്. കാരണം ഞങ്ങൾ ഇന്നാൾ ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. അപ്പം എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയായിരുന്നു ഫുള്ള് ഇവന്മാർ കളിച്ചത്. സാധാരണ ഇവന്മാർ തിരിച്ചു വരാൻ നേരത്ത് ഭയങ്കര ഉറക്കം ഇതൊക്കെ ആയിരിക്കും. കാരണം 2 മണിക്കൂറുണ്ട്, ഗൂഡ്ലൂരിൽ നിന്ന് ഇവിടെ എത്താൻ 2 മണിക്കൂറുണ്ട്. അപ്പോൾ ഇവന്മാർ ഫുള്ള് ഭയങ്കര ആക്റ്റീവായിരുന്നു, അവരുടെ കൂടെ കളിക്കലും പിടിക്കലും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് പിള്ളേരൊക്കെ ഇങ്ങനെ ആയിട്ട് കളിക്കുമ്പോഴും. അല്ലാണ്ട് നെഗറ്റീവായിട്ട് ആരും എൻ്റെ അടുത്ത് ഇതായിട്ട് അങ്ങനെ ആക്കിയിട്ടില്ല. എല്ലാം ഭയങ്കര പോസിറ്റീവായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. 5 പേരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇവരാണ് എൻ്റെ എല്ലാം. ചേട്ടനും അനിയത്തിയും അനിയന്മാരും ഇവരൊക്കെ ഭയങ്കര വൈബാണ്. ഇവരുടെ കൂടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലൊക്കെ തന്നെ ഇവർ വീട്ടിൽ നിന്ന് മാറിയൊക്കെ നല്ലോണം മിസ് ചെയ്യും. കാരണം ഇവർ എപ്പോഴും വന്ന് എന്തേലും അടിക്കുണ്ടാക്കി എന്തേലും ഇതാക്കി കളിച്ചൊക്കെ ഇരിക്കും. പിന്നെ ഇവർ പോയി കഴിഞ്ഞാലൊരു വീട് ഒരു ഉറങ്ങിയ ഫീലാണ്. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇത്രയും കൂടപ്പിറപ്പുകളെ പിന്നെ പപ്പനും അമ്മേനെയൊക്കെ തന്നതിന് ഇനിയും ഈ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ 5 മക്കൾ മൂത്തവനായിട്ട് അജയാണ്. അവൻ BBA സെക്കൻഡ് ഇയർ പഠിക്കുന്നു. സുൽത്താൻ ബത്തേരിയിലാണ് പഠിക്കുന്നത്. അവനാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും, ഞാൻ കഴിഞ്ഞാൽ ബാക്കി പുറമേയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവനാണ്. അവൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ മകളായിട്ട് ആൻസി മരിയ, അവളുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ അമ്മയെ സഹായിക്കാനും ബാക്കി മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കുവാനും എല്ലാം അവളാണ് എല്ലാം മുന്നിട്ടിറങ്ങുക. മൂന്നാമത്തെ മകൾ ആൻഡ്രിയ മേരി റോബിൻ, അവൾ നല്ല പാട്ടൊക്കെ പാടാനും എല്ലാ കാര്യങ്ങൾക്കും വീടുകളിലും ചേച്ചിയെ സഹായിക്കാനും അനിയന്മാരുടെ കാര്യങ്ങൾ നോക്കാനും എല്ലാത്തിനും അവളും ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നുണ്ട്. പിന്നെ 4ാമത്തെ മകനായിട്ട് ആരോൺ പി റോബിൻ, അവനും എല്ലാ കാര്യത്തിനും പാട്ടുപാടാനും പഠിക്കാനും എല്ലാത്തിനും നല്ല മിടുക്കനായി വളരുന്നു. 5ാമത്തെ മകനായിട്ട് ആൻ്റണി, അവന് ഞാൻ എൻ്റെ ചാച്ചൻ്റെ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ചാച്ചൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ചാച്ചൻ്റെ പേര് തന്നെയാണ് അവൻ ഇട്ടിരിക്കുന്നത്. 4ാമത്തെയും 5ാമത്തെയും മോൻ്റെ മാമദീസ വർഗീസ് ചക്കാൽക്കെ പിതാവായിരുന്നു നടത്തിയിരുന്നത്. ഇവരാണ് ഞങ്ങളുടെ അസറ്റ്. കാരണം ഞങ്ങൾക്ക് മറ്റു വലിയ സമ്പാദ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ലെങ്കിലും ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ സമ്പാദ്യം. അവരെ നല്ല രീതിയിൽ വളർത്തുവാനും അവർ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും നല്ലത് ചെയ്യുന്ന മാതൃകയാകുന്ന മക്കളായി വളരുവാൻ വേണ്ടിയാണ് ഞങ്ങളെന്നും പ്രാർത്ഥിക്കുന്നത്. ഞാനെന്ന് വെച്ചാൽ വളർന്നു വന്നത് വലിയൊരു ഫാമിലിയിലാണ്. എൻ്റെ അമ്മാമ്മക്ക് 7 മക്കളാണ്. എൻ്റെ അപ്പന് 6 പേരുണ്ട് കൂടപ്പിറപ്പുകൾ. അപ്പോൾ വലിയൊരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കസിൻസ് 16 പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നല്ല വലിയൊരു ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി ഒന്ന് കൂടുമ്പോഴൊക്കെ വെക്കേഷനിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ മക്കൾ കൂടുതൽ വേണം. ഞാനൊക്കെ വളരെ ഒരു സാധാരണ ഒരു ഫാമിലിയിലാണ്. ചാച്ചനോടെ എസ്റ്റേറ്റിലൊരു ജോലിയൊക്കെ ആയിരുന്നു. അങ്ങനെ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ തന്നെയാണ്
ഞാനെല്ലാം വളർന്നു വന്നത്. അന്നൊക്കെ എനിക്ക് ഞാനിങ്ങനെ പണിയെടുത്ത് ചെറിയ സമ്പാദ്യമായിട്ട് എനിക്ക് കല്യാണത്തിന് സമയത്തൊക്കെ ഒരു സ്പ്ലെൻഡർ ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞങ്ങൾ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലും അതേപോലെ തന്നെ കല്യാണശേഷം വാടക വീട്ടിലും എല്ലാമായിട്ടായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കല്യാണശേഷം മൂത്ത മകനായതിനു ശേഷം ഞങ്ങളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഭവനം വേണം, കുറച്ച് സ്ഥലം മേടിക്കണം എന്നെല്ലാം. അപ്പോൾ അവൻ ഉണ്ടായതിന് ശേഷം ഞങ്ങൾ കുറച്ച് ദിവസം വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നിട്ടുള്ളൂ. കാരണം അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് സ്ഥലം മേടിച്ചു. പിന്നെ അതിനുള്ള ബാക്കി പ്രാരംഭ ഘട്ടങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ആളായ ആൻസിമോൾ ഉണ്ടായ സമയത്ത് അവൾ ഡെലിവറി ആകുന്ന ആ സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീട് പണിയെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. ആ ഒരു സമയത്തായിരുന്നു എൻ്റെ ചാച്ചൻ മരണപ്പെട്ടത്. എങ്കിലും ചാച്ചനും ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളൊരു സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുന്ന കാര്യവും അതിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന കാര്യമല്ല. ദൈവം ചാച്ചനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ളൊരു സാഹചര്യം തന്നില്ലെങ്കിലും സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാനും ആ ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുവാനും വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. കാരണം ആൻസിമോളുണ്ടായ സമയമായപ്പോഴത്തേക്കും ചാച്ചൻ മരിച്ചിട്ട് 40 ഞങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്താനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു. ആൻസിമോളുണ്ടായി. അതിനുശേഷം ആൻഡ്രിയമോളുണ്ടായപ്പോഴത്തേക്കും ദൈവം ഞങ്ങൾക്കൊരു വാഹനം തന്നു, സ്വന്തമായിട്ടൊരു വാഹനം തന്നു. അതിനായുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു ദൈവം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ദൈവം മനസ്സിലാക്കി ഞങ്ങൾ കൂടുതൽ ദൈവത്തോട് ദൈവമേ ഇങ്ങനെയൊന്ന് ഞങ്ങൾക്ക് ലഭിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴത്തേക്കും ദൈവം അത് ഞങ്ങൾക്ക് തരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയാണ്. ഞാനൊരു കോൺട്രാക്ടറായി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും വർക്കുകളും എല്ലാം തന്നുകൊണ്ടും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നുകൊണ്ടും ദൈവം ഞങ്ങളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 4ാമത്തെ ആളായ ആരോൺ ഉണ്ടായപ്പോഴും ഞങ്ങൾക്ക് അതുപോലെ തന്നെ വളരെയേറെ അനുഗ്രഹം തന്നു. കാരണം വീടിന് വലിപ്പം കൂട്ടുവാനും അതുപോലെ തന്നെ മറ്റൊരു വാഹനങ്ങൾ മേടിക്കുവാനും അതിനെല്ലാം സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നു. 5ാമത്തെ മകനായി ആൻ്റണി ജനിച്ചു. ചില ആൾക്കാരെല്ലാം ഞങ്ങളുടെ അടുത്ത് ചോദിക്കും, ചില സമയത്ത് നിങ്ങൾക്ക് എത്ര മക്കളാണെന്നൊക്കെ ചോദിക്കും. അപ്പം ആ സമയത്തും ഞങ്ങൾ 5 എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അവർ ഒന്നും കൂടി ചോദിക്കും, എത്ര? അവർ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് അത് കാണാറുണ്ട്. കാരണം അവരുടെ മനസ്സിലെല്ലാം ഒരു മക്കളെയും 2 മക്കളെയും ഒക്കെ വളർത്തി പോറ്റുന്നത് വലിയൊരു ടാസ്ക് പിടിച്ച ഒരു പരിപാടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണെന്നുള്ള ചിന്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് മക്കളൊരു അനുഗ്രഹമാണ്. കാരണം അവരെ നമുക്ക് ദൈവം തരുന്നത്, അവരെ വളർത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവമാണ് ഒരുക്കി തരുന്നത്. കാരണം ഒരിക്കലും മനുഷ്യൻ്റെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ കഴിവാണ്. 4ാമത്തെ ആൾ ഉണ്ടായപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് അവന് വെയിറ്റ് തീരെ കുറവായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ NICU എൻ്റെ കൈ കൊണ്ട് തന്നായിരുന്നു. പക്ഷെ അവന് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാൻ, സാധാരണ നമ്മൾ 3 മക്കളുള്ളത് കൊണ്ട് നോർമലായിട്ട് ഫീഡിങ് ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ശ്രദ്ധിച്ചില്ല, കുറച്ച് ലേറ്റായി പോയി. രാത്രി ഒരു 1 മണി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊച്ച് ഷുഗർ ഡൗൺ ആയിട്ട് ഒന്ന് ഫെയിൻ്റായി, ആള് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് NICUലേക്ക് കൊണ്ടുപോയി. അവിടെ ഒറ്റൊരു നേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് കൊച്ചിനെ എടുത്ത് എന്താ ചെയ്യേണ്ടത്, എന്താ പറ്റിയെന്നൊക്കെ നോക്കിയൊന്ന്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ടൈമിൽ ഒരു മാലാക പോലെ പുള്ളിക്കാരത്തി എടുത്ത ഒരു ഡിസിഷനാണ്. അപ്പം തന്നെ ഷുഗർ നോക്കി, കൊച്ചിന് ഷുഗർ പറ്റ ഡൗൺ ആയിരുന്നു, വെയിറ്റ് കുറവുള്ളത് കൊണ്ട്. അപ്പം തന്നെ അവന് ഉള്ള ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഡോക്ടറിനെ നോക്കാതെ പുള്ളിക്കാരി തന്നെ എല്ലാം അത് ചെയ്തു. ആ മിനിറ്റിലാകെ കൂടെ ഭയങ്കര ടെൻഷനായി പോയായിരുന്നു. പിന്നെ ചേച്ചി പോയിക്കോ, ഞാൻ നോക്കിക്കോളാം ഇനി കൊച്ചിനെ, നിങ്ങളവിടെ പോയി ഇരുന്നോന്നും പറഞ്ഞിട്ട് എന്നെ വിട്ടു. പിന്നെ എന്നെ പിറ്റേ ദിവസം ആണ് എന്നെ വിളിക്കുന്നത് ആ റൂമിലേക്ക് തന്നെ, ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ആ സമയത്തത്തെ ഒരു പ്രവൃത്തിയാണ് അവനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. ഒരു മാലാഖേനെ പോലെ ഒരു സിസ്റ്റർ, ഒരു നേഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ടും എനിക്ക് അവന് പാല് കൊടുക്കാൻ പോകണമായിരുന്നു.
അപ്പോൾ പാല് അപ്പോൾ പോകാൻ നേരത്ത് ഞാൻ അവനെ 2 ചെവിയിലും, എൻ്റെ ഒരു കസിന് പറഞ്ഞു തന്നതാണ്, 2 ചെവിയിലും അവൻ്റെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കുക ചേച്ചി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ 1 മണിക്കൂർ പോയിട്ട് ഒരു ചെവിയിൽ ചൊല്ലും, അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മണിക്കൂറിന് പോകുമ്പോൾ അടുത്ത ചെവിയിൽ, അങ്ങനെ മാറി മാറി കുറച്ച് ദിവസം അവൻ്റെ ചെവിയിൽ ഞാനിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവനാൾ ഉഷാറായി, റെഡിയായി, പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവനെ പിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു 4 മാസം വരെ ആരെയും കാണിക്കാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആളെ തിരിച്ച് കൊണ്ടുവന്നത്. പക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അവനെ കിട്ടിയതും. പിന്നെ അതേപോലെ തന്നെ 5ാമത്തെ ആളെ ഡെലിവറി ആയത് ബത്തേരിയിൽ നിന്നായിരുന്നു. അവിടെ NIC സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നതല്ല, അവനും അതേപോലെ വെയിറ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഷുഗർ ഡൗൺ ആയി പോവുകയാണ്. വെയിറ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഷുഗർ ഇങ്ങനെ ഡൗൺ ആയി പോവുകയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ പെട്ടെന്ന് ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. കൊണ്ടുവന്ന് അവനെയും അതേപോലെ തന്നെ NICUവിൽ കയറ്റി. ഡ്രിപ്പ് നമുക്ക് ഇട്ടുകൊണ്ടേയിരിക്കണം, കാരണം പാലും കൊണ്ട് മാത്രം അവന് ഷുഗർ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും 10-13 ദിവസമായിട്ട് NICUവിൽ കിടത്തി. അപ്പോൾ അവനെയും അതേപോലെ തന്നെ അവനും ഞാനിങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെവിയിൽ ചൊല്ലിക്കൊടുത്തു. അവന് പാല് കൊടുക്കാൻ പോകുന്ന സമയത്ത് അവന് ഓരോ പ്രാർത്ഥനകൾ ചെവിയിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ദൈവം ലാസ്റ്റത്തെ 4ാമത്തെയും 5ാമത്തെയും മക്കളെയും ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ മക്കളെയും ദൈവം ഞങ്ങൾക്ക് തന്നപ്പോൾ ഉദരത്തിൽ വെച്ച് തന്നെ ഞങ്ങൾ എന്നും വയറിൽ കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ മക്കളെ ഒരുക്കിക്കൊണ്ടുവന്നത്. കാരണം ഇന്നും ഞങ്ങളത് ആ പ്രാർത്ഥന മക്കളുടെ മേൽ ചെയ്യുന്നുണ്ട്. കാരണം ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് ഞങ്ങൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന ഞങ്ങൾ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് കൊറോണ സമയമായപ്പം മൊത്തത്തിൽ ഞങ്ങളുടെ വർക്കെല്ലാം സ്ട്രക്കായി പോയായിരുന്നു. കാരണം ആ ഒരു ടൈം മൊത്തത്തിൽ ലോകം നിശ്ചലമായൊരു ടൈമായിരുന്നു. ഞങ്ങളുടെ വർക്കുകളെല്ലാം നിന്ന് മൊത്തത്തിൽ അന്ന് ആ ഒരു സമയം ചെറിയൊരു ടെൻഷനുള്ള സമയമായിരുന്നു. കാരണം വരുമാന മാർഗങ്ങളെല്ലാം നിന്നു. എന്ത് ചെയ്യുമെന്നൊരവസ്ഥ മുന്നിലുണ്ടായ സമയത്ത് ആ സമയത്ത് ഞങ്ങളുടെ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വർക്കിൻ്റെ കാര്യത്തിലെല്ലാം ചെറിയൊരു വിഷമം വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിതാവ് വൈഫിന് സ്കൂളിൽ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ അന്നത്തെ മോൺസിഞ്ഞോറായ കോപ്പറേറ്റീവ് മാനേജറായ ജെൻസൺ അച്ഛൻ്റെ അടുത്ത് പറയുകയും എത്രയും പെട്ടെന്ന് തന്നെ ഏകദേശം 1 വർഷം 1.5 വർഷമായപ്പോഴത്തേക്കും അവൾക്ക് സ്കൂളിലേക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. ഇന്നും കോഴിക്കോട് ദേവിയുടെ സ്കൂളായ ലൂർദ് മാത ഹൈസ്കൂളിൽ പള്ളിക്കുന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്. രൂപതയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വലിയൊരു സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു തുടർച്ച ഞങ്ങൾക്ക് പിന്നീടായാലും എൻ്റെതായ കുറേ ബിസിനസ്സുകളായാലും ദൈവം വളരെയേറെ അനുഗ്രഹിച്ചു തന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുറവും വരാതെ ദൈവം ഞങ്ങളെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ ഇടവകയിലെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലേഹായുടെ അനുഗ്രഹങ്ങൾ. കാരണം ഒത്തിരി അനുഭവങ്ങളുണ്ടെങ്കിലും അതിൽ പ്രത്യേകിച്ച് അടുത്ത് പറയാനുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളുടെ ഒരു ഭവന നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളും സ്ഥലം മേടിക്കുന്ന കാര്യങ്ങളില്ല, അതെല്ലാം ഞാൻ അവിടെ യൂദാസ്ലേഹാൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അതിന് ശേഷം ഞങ്ങൾക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി വന്നിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീടിൻ്റെ വാർപ്പിൻ്റെ പണിക്ക് നമ്മുടെ പണിക്കാർ വന്നു. നമ്മുടെ പണിക്കാർ തന്നെയാണ്. അവർ വന്ന് അതിൻ്റെ തട്ടടിക്കാനെല്ലാം തുടങ്ങി. ആ ഒരു സമയത്ത് നല്ല സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. ആ സമയത്ത് അതിൻ്റെ തട്ടടിച്ചു തുടങ്ങി അതിന് ബാക്കി കോൺക്രീറ്റ് ചെയ്യാനും അതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാനുള്ള സാമ്പത്തികം അന്ന് സത്യത്തിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമത്തിൽ ഞാൻ പള്ളിയിൽ പോയി കുറച്ചു നേരം യൂദാസ്ലേഹയോട് പ്രാർത്ഥിച്ചു. യൂദാസ്ലേഹയെ,
എനിക്കത് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ച് വളരെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എനിക്കതിന് സാഹചര്യം തെളിയുകയും 2-3 ദിവസം കൊണ്ട് അതിനുള്ള സാമ്പത്തികം എനിക്ക് അനുവദിച്ചു തരികയും ചെയ്തു. അതും വളരെ നിഷ്പ്രയാസം, നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ശരിക്കും ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ 5 മക്കൾ ഉണ്ടായപ്പോഴും ചേട്ടായിയുടെ വീട്ടിൽ അങ്ങനെ സപ്പോർട്ടിങ്ങിന് ആരും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നാണ് എൻ്റെ അപ്പനും അമ്മയും പിന്നെ എൻ്റെ അമ്മാമ്മയും എല്ലാവരും വന്നിട്ട് എല്ലാവരും നോക്കാനും എന്നെ നോക്കാനും ആ സമയത്ത് 2-3 മാസം വന്ന് നിന്ന് നോക്കാനും എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സപ്പോർട്ടീവായിട്ട് നിന്നത് അവരാണ്. പിന്നെ അതേപോലെ റിലേഷൻസ് എല്ലാവരും, അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം എല്ലാവരും ഇപ്പോൾ വിചാരിച്ചതുപോലെ ചിലപ്പോൾ അവർക്ക് ഹെൽത്ത് കണ്ടീഷൻ അതുപോലെ ഉണ്ടാവില്ല. പക്ഷെ അത് എനിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻസ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും അതെ, ഇവരെ എന്താണ് എല്ലാവരും ഒരുമിച്ച് കൂടണം, അങ്ങനത്തെ ഒരു ഇതാണ്. മക്കളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടണം, ഇരുത്തണം, അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതിലാണ് അവരെല്ലാവരും. പിന്നെ നമ്മുടെ ഇടവകയിലായാലും നല്ല ഒരു സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ എന്നാലും നമുക്ക് നെഗറ്റീവ് കമൻസും ഉണ്ട്. 5 മക്കളോ എങ്ങനെ, എന്തിന് ഇത്രയും മക്കള് എങ്ങനെയാ നിങ്ങൾ നോക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാട്ടോ. നെഗറ്റീവ് പറഞ്ഞവർ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ അപ്പോൾ അവരുടെ അടുത്ത് ഞാനിപ്പോൾ പറയും, അവരുടെ മക്കളൊക്കെ ഇപ്പോൾ ഗൾഫിലും അവിടെ ഇവിടെയും പോയിട്ട് രണ്ടുപേരും ഉള്ളവർ മൈസൂറും ബാംഗ്ലൂരും ഇല്ല ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കുമ്പോൾ ഞാൻ പറയും, എന്താണ് ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ ഒറ്റയ്ക്കായില്ലേ, എനിക്ക് ഇനി മൂത്തയാൾ ഇപ്പൊ പോയാൽ തന്നെ ഏറ്റവും ഇളയാള് വീട്ടിലുണ്ടാവും. ഏറ്റവും ഇളയാള് പോകാനാവുമ്പോഴത്തേക്കും മൂത്തയാള് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് വീട്ടിലുണ്ടാവും. അപ്പൊ പിന്നെ എനിക്ക് വീട്ടിലെപ്പോഴും ആളുണ്ടാവും എന്നാണ് ഇപ്പൊ കമാൻഡ് അവർക്ക് കൊടുക്കുക, കളിയാക്കിയവർക്കൊക്കെ. ഏറ്റവും ഞാൻ മക്കളുടെ അടുത്ത് നിർബന്ധ ബുദ്ധിയോടെ പറയുന്നത് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകണം. ഇത് സാഹചര്യമുള്ള സമയങ്ങളിലെല്ലാം പള്ളിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും മക്കളോട് പറയാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന നടത്താനും അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ചെയ്യുവാനും എന്നെ എപ്പോഴും മക്കളോട് പറയാറുണ്ട്, അവരെ പഠിപ്പിക്കാറുണ്ട്. ഒരിക്കൽ കൂടി ദൈവത്തിന് എല്ലാത്തിനും നന്ദി പറയുകയാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയാണ് ദൈവം എനിക്കൊരു നല്ല ഭാര്യയെ തന്നു. അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് നല്ല 5 മക്കളെ തന്നു. അതും പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് ദൈവം എനിക്ക് മക്കളെ തന്നത്. അതിനെല്ലാം ദൈവത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. അവരെ വളർത്തുവാനുള്ള സാഹചര്യങ്ങൾ എല്ലാം ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 1-2 മക്കളായിട്ട് അടുത്തത് ഒരു ബാധ്യതയാകുമോ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരിക്കലും മക്കളൊരു ബാധ്യതയാവുകയില്ല. അവരായിരിക്കും നമ്മുടെ സമ്പാദ്യം. അവർക്ക് വേണ്ട എല്ലാം ദൈവമാണ് ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം തരുന്നത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇത്രയും മാത്രമേ ഞങ്ങൾക്ക് പുതിയതായി വരുന്ന തലമുറകളോട് പറയുവാനുള്ളൂ. മക്കളൊരു വരദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ സ്വീകരിക്കാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം ദൈവം നടത്തിക്കൊള്ളും.